ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റേ എന്നും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വീഡിയോ ആയിട്ട് വരല്. അപ്പോൾ ഇന്ന് രാവിലത്തേതാകാമെന്ന് വിചാരിച്ച്, എന്നും ഒരേപോലെ ആയിട്ട് നിങ്ങൾക്കൊന്നും ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ പെൽച്ചയ്ക്ക് എണീക്കണതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പെൽച്ചയ്ക്ക് എണീറ്റാൽ ഉറങ്ങണ പരിപാടി എനിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഓതിയും ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എപ്പോഴും ഗ്യാസുമ്പോൾ തന്നെ ആകുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങേറ് കേട്ടോ, അടുപ്പ് കത്തിച്ചാതെ ആകുമ്പോൾ. അപ്പോൾ ഇന്ന് കുറച്ച് ചീളും പൂളും അതും ഇതൊക്കെ കിട്ടിയിരിക്കണ്. അപ്പോൾ അതും കത്തിച്ചാൽ വേനലാകുമ്പോൾ അതൊക്കെ നടക്കുമല്ലോ, മഴക്കാലമാകുമ്പോൾ പിന്നെ അതും പറ്റൂല, അടുപ്പ് കത്തിയും കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറച്ച് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്താകാമെന്ന് വിചാരിച്ചു. 2 ദിവസം അടുപ്പ് മൂട്ടാത്തിൻ്റെതാണ് കേട്ടോ കാണുന്നത്. കുട്ടികൾ അതൊന്നും പിച്ചി ചീന്തിയത് മുഴുവൻ പേപ്പർ അടുപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് മാടിയാക്കിയതിൻ്റെ ശേഷം നമ്മുടെ തീ കത്തിച്ചെടുക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുട്ടികൾക്കുള്ള ചോറും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അത് രണ്ടും അടുപ്പത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രണ്ടും രാവിലെ തന്നെ അങ്ങനെ തീമ്പട്ട അതിൻ്റെ പാട്ടിന് വന്നതും ചെയ്തോളും, നമുക്ക് നമ്മുടേതായിട്ടുള്ള പണി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ പേപ്പറുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ കത്തുന്നത്. അപ്പം ഇനി നമ്മുടെ മംഗലത്തിൽ വെള്ളം വെക്കട്ടെ കേട്ടോ. ഒരിത്തിരി ഉണ്ടാക്കാനുള്ളൂ, രണ്ടാക്കും നിയമക്കും മജുവിനും മാത്രമല്ലേ ഉള്ളൂ, ഒരു കുറച്ചേ ഉണ്ടാക്കാനുള്ളൂ. പക്ഷെ എന്നാലും അതിന് ആയിട്ട് ഇനിയിപ്പോൾ ഗ്യാസ് ചിലവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അടുപ്പത്ത് തന്നെ കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ചിരട്ടിയിടാം, പിന്നെ തൊടു കൂടെ എന്തെങ്കിലും ചുള്ളലുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് വലിച്ചിടാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ അവിടെ തീയൊക്കെ കത്തിച്ചിട്ട് ഇനി വേഗം അതിക്കുള്ള അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നാൽ പിന്നെ അതവിടെ കറന്ന് വെന്നും ചെയ്തോളും, നമുക്ക് ബാക്കിയുള്ള പണി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അരി കഴുകി ഇനി അത് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ മക്കളെ ആരും എണീച്ചിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആരും വീഡിയോയിൽ കാണാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് ഇനി നമ്മുടെ അരി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഇവിടെ എല്ലാം മുറ്റം ഒന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ മുറ്റത്ത് അടിച്ചു വരാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് അത് ഉണ്ടാവും അടിച്ചു വരാൻ. അപ്പോൾ ഈ ഒരു സൈഡ് ഒന്നരാടൊക്കെയാണ് കേട്ടോ മിക്കവാറും അടിച്ചു വാരൽ. എല്ലായിടത്തൊന്നും എല്ലാ ദിവസവും ചിലപ്പോൾ അടിച്ച് എത്തിക്കൊള്ളണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പകുതി മുക്കാലൊക്കെ ആകുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ അർജൻറ്റായിട്ട് അങ്ങനെ മുഴുവനാക്കാൻ പറ്റാതെയൊക്കെ അങ്ങനെ ഇട്ട് പോകും. അപ്പോൾ ഇന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി നമ്മുടെ ചീളുകളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത്. അപ്പം ആ ഒരു ഭാഗം അടിച്ചു വാരി. ഇനി ഇവിടെ ഇന്നലെ നമ്മളെ കുറ്റിപ്പേരൊക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വലിച്ചിട്ടതൊക്കെ ഉണ്ട് മക്കൾ. അപ്പം ഞാൻ അവിടെയും കൂടി ഒന്ന് സെറ്റാക്കി അടിച്ചു വാരി എടുക്കട്ടെ. അപ്പം ഈ കുറ്റിപ്പേരൻ്റെ അവിടെ നല്ല തണലാണ് കേട്ടോ. പകലൊക്കെ ആ ഒരു മാങ്ങാമൂച്ചിയും ഒക്കെ ഉണ്ടായതുകൊണ്ടേ അവിടെ നല്ല തണലാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരിക്കാൻ നല്ലൊരു തണുപ്പും ഒരു സമാധാനമൊക്കെയാണ്. അപ്പോൾ ഓലും ഞങ്ങളും ഒക്കെ ഇരിക്കാൻ വിചാരിച്ചാണ് അങ്ങനെ ഒരു കുറ്റിപ്പേരൊക്കെ ഉണ്ടാക്കി കൊടുത്തേന് കേട്ടോ. അപ്പം നിയമോള് വേറെ എക്സ്ട്രാ ഊക്ക് ഉണ്ടാക്കാൻ കുറ്റിപ്പേരാന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിന്. അപ്പം അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി. ജനിക്കുട്ട ഒളിയോളി ഒളിയോളി ജനിക്കുട്ടൻ ഒളിയോളി ജനിക്കുട്ടൻ ഒളിയോളി ഷെൻകുട്ടൻ ഒളിയോളി. അവളെ ഷെൻകുട്ടൻ മാത്രമാണ് കേട്ടോ നീച്ചിക്കണത്. ഷെൻകുട്ടൻ ഒളിയോളി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് എന്തെങ്കിലും കൂട്ടാനുണ്ടാക്കണമെന്ന്. അപ്പോൾ പച്ചക്കായ ഉണ്ടേന് ഇന്നാൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് 2 എടുത്തിട്ട് അത് വേഗം അങ്ങോട്ട് ഉപ്പേരിയൊക്കെയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഫ്രിഡ്ജിൽ വെച്ചതുണ്ട്. അപ്പം ഞാൻ അതും ചൂടാക്കി കൊടുക്കാം, ഇതും ഒരു ഉപ്പേരിയാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് നോമ്പാണെന്ന് വിചാരിച്ചിട്ട് മക്കളെ പട്ടിണിയിലാക്കും വേണ്ടല്ലോ. അപ്പം ഞാൻ തുള്ളി മഞ്ഞപ്പൊടി വെള്ളത്തേക്ക് ഇട്ടിട്ട് അയക്കാണ് കേട്ടോ പച്ചക്കായി അരിഞ്ഞിരുന്നത്. അതിൻ്റെ ആ കറയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ പോവുകയും ചെയ്തോളും. ഇന്നിപ്പോൾ തലേ ദിവസത്തെ ഉപ്പേരിയും ഒന്നും ബാക്കിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെൽച്ചക്ക് വെച്ചത് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും കൊടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് വേഗം വലിയ പണിയൊന്നുമില്ലല്ലോ, വേഗം തളിച്ച വേവിടെ നമ്മുടെ റേഷൻ കറി തരികയാണ്. അപ്പോൾ പിന്നെ ചോറ് ഊറ്റലും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കായ അരിയലും കഴിഞ്ഞിരിക്കണം കേട്ടോ.
അപ്പോൾ ഏതായാലും അടുപ്പത്ത് നമ്മൾ അതിനായിട്ട് കത്തിച്ച തീയുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതിനായിട്ട് ഗ്യാസ് വേണ്ട. അപ്പോൾ വല്ലതൊന്നും തൊഴിഞ്ഞങ്ങാണ്ടേക്ക് 2 കൊള്ളി വെച്ച് കൊടുത്താൽ നമ്മുടെ തീ വീണ്ടും കത്തിക്കിട്ടും. തീ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു മൺചട്ടിക്ക് ആക്കിയിട്ട് നമ്മുടെ പച്ചക്കായ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടെടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി പൂളും ചീളും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തീ എത്തിച്ചു കൊടുത്താൽ നമ്മുടെ പച്ചക്കായും ഇവിടെ കിടന്ന് അങ്ങനെ വന്നോളും. പിന്നെ നമുക്ക് തൂമിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ തീ ഞാൻ വീണ്ടും കത്തിച്ച് ഉഷാറാക്കി എടുത്തിരിക്കണം കേട്ടോ. ഈ രാവിലെ സമയത്ത് പുറത്ത് കുക്കിംഗ് വലിയൊരു രസമാണ് കേട്ടോ. എന്താണെന്നോ, കേട്ടില്ല ഞങ്ങൾ കാക്കച്ചികളെയും കിളികളെയും ഒക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞുട്ടി പണിക്ക് പോവുകയാണ് കേട്ടോ. കുഞ്ഞുട്ടിക്ക് ഒരു 7:30 ആകുമ്പോൾ പോകണം. അപ്പം അങ്ങനെ വല്യുപ്പര് വണ്ടിയൊക്കെ എടുത്ത് പണിക്ക് പോയിക്കണം കേട്ടോ. അപ്പോൾ സെനക്കുട്ടന് വീണ്ടും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒന്ന് എണീച്ച് അപ്പോൾ പിന്നെയും മറ്റുപോലൊക്കെ ഉറങ്ങില്ലേ, അപ്പോൾ വീണ്ടും ഉറങ്ങി. അപ്പോൾ സെനിക്കുട്ടൻ്റെ ആ ഒരു കാലിൻ്റെ ഷൂ ഒക്കെ ഇടുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യും. ആ വീഡിയോ അപ്പോൾ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അതിന് നല്ലോണം കമൻസും വരുന്നുണ്ട് കുട്ടീൻ്റെ കാലിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുട്ടീൻ്റെ കാലിൻ്റെ ആ ഒരു നമ്മുടെ ചവിട്ടുന്ന ആ ഒരു പാദമുണ്ടല്ലോ, അത് തിരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അത് 2 മാസം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞത് മുതൽ 2 മാസം പ്ലാസ്റ്റർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് വരെ ഇങ്ങനെ ഷൂ ഇടാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പലരും പല രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഒഴിഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന വളവേ ഉള്ളൂ. അപ്പോൾ തണ്ടൻകാലിൻ്റെ വളവ് എന്ന് പറയുന്നതാണ് ഒഴിഞ്ഞ് ശരിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ ചിലപ്പോൾ 1 വയസ്സ് ആകുമ്പോഴത്തേനും ശരിയാവും. ശരിയായിട്ടില്ലെങ്കിൽ അപ്പം നോക്കണമെങ്കിൽ അങ്ങനെയും നോക്കാം. ഇപ്പോഴാവുമ്പോൾ ചെറിയ കുട്ടിയാണ്, ഓലിങ്ങനെ കിടക്കുന്ന പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷൂ ഒക്കെ 1 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇടേണ്ടി വന്നാൽ കുട്ടികൾ എന്തായാലും ഇടാൻ സമ്മതിക്കൂല. ഈ ഒരു സമയത്ത് ഇടുമ്പോൾ അപ്പോഴേക്കും ഓലത് ശരിയായി വന്നോളും എന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു കണക്കിന് ആലോചിച്ചപ്പോൾ അങ്ങനെ അതാണ് ശരിയെന്ന് തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ ഷൂ ഇട്ടു കേട്ടോ. ഇപ്പം സത്യത്തിൽ പറഞ്ഞാൽ 2 മാസം പ്ലാസ്റ്റർ ഇട്ടപ്പോൾ തന്നെ ഓൻ്റെ കാല് ശരിക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷൂ ഇടാതെ കണ്ടാൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റൂല കുട്ടിക്ക് കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ആ ഒരു രീതിക്ക് അവൻ്റെ കാലായിന്. പക്ഷേ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും ആ ഒരു കാലിന് ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വീണ്ടും കുട്ടീൻ്റെ ആ കാല് ആ ഒരു പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 വയസ്സ് വരെ ഷൂ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 1 വയസ്സായിട്ടും എനിക്ക് നടക്കുമ്പോഴും അങ്ങനെ കാലിന് വളവ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പിന്നെ രാത്രി മാത്രം ഇടുന്ന ആ ഒരു രീതിക്ക് ആക്കിയാൽ മതി. മണിക്കൂറുകൾ കുറച്ച് തരും. ഇപ്പം നമുക്ക് ആകെ 1 മണിക്കൂറേ കുറച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ, ബാക്കി 23 ഹവറും ഇടണം ഷൂ. ആ ഒരു രീതിക്കാണ് കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ പലരും പലരുടെ അനുഭവങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞത് പമ്പേഴ്സ് ഇട്ടിട്ട് കുട്ടീൻ്റെ കാലിന് വളവ് വന്നു എന്ന്. കാരണം പമ്പേഴ്സ് കുട്ടികൾ മൂത്രം ഒഴിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ വീർത്താണ് വരിക. അപ്പോൾ ആ കുട്ടി അതിനനുസരിച്ച് കാലകത്തി വെച്ചിട്ട് അങ്ങനെ കാലിന് വളവ് വന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പമ്പേഴ്സ് ഫുൾ ടൈം ഇടുന്നവർ സൂക്ഷിച്ചോളി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പമ്പേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ പകലായാലും രാത്രിയായാലും പമ്പേഴ്സ് ഇട്ട് കൊടുക്കലേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ രാത്രി 1-2 പ്രാവശ്യമൊക്കെ മൂത്രമൊഴിക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ എനിക്ക് ഷീറ്റൊക്കെ വെച്ച് ആ ഒരു തുണിയിലാക്കി ആ തുണി കുത്തി തിരുമ്പിട്ടാൽ വെയിലല്ലേ ഉഷാറായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ പുറത്തെങ്ങോട്ടേലും പോകുമ്പോൾ മാത്രമേ പമ്പേഴ്സ് ഇടലുള്ളൂ കേട്ടോ. അല്ലാതെ വീട്ടിൽ നിന്നൊന്നും പമ്പേഴ്സ് ഇടലില്ല. അപ്പോൾ ഫുൾ ടൈമൊക്കെ പമ്പേഴ്സ് ഇടുന്നോല് ഒന്ന് സൂക്ഷിച്ചോളിട്ടോ. ഒരാളെ അനുഭവം പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഓലൊക്കെ ഉറങ്ങനെയാണ്. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് എല്ലാം ഒന്ന് ഇളക്കി ഇതാക്കിയിട്ട് ഒന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയേക്കണം. അപ്പം നല്ല തീയുണ്ടായി, മൺചട്ടിയല്ലേ, പിന്നെ വെന്തിട്ടാൻ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഞാനിനി വെല്ല കൊണ്ടുപോയേക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ തൂമിച്ചെടുക്കണം. അത് പിന്നെ ഇനിയിപ്പോൾ ഗ്യാസ് മേലാക്കാമെന്ന് വിചാരിച്ചു. അതിന് മാത്രം വലിയ ഗ്യാസൊന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഞാനിവിടെ സോപ്പും പൊടിയിൽ ഇട്ടേച്ചിന് കേട്ടോ. അലക്കാനുള്ളതൊക്കെ ഞാൻ സോപ്പും പൊടിയിൽ ഇട്ടേച്ചു. ഇനിയിപ്പോൾ സെനിക്കുട്ടൻ്റെ കഷ്ണങ്ങളാണെങ്കിലും ഞാൻ സോപ്പും പൊടിയോ ഡെറ്റോളും ഒക്കെ ചേർത്തിട്ട് തന്നെയാണ് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കംഫർട്ടിലൊക്കെ ഒന്ന് മുക്കിയിട്ടാൽ ആ മൂത്രത്തിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞാത്താൻ്റെ മേക്കപ്പ് ബോക്സ് ഉണ്ടോ പരിപാടി? ഒളോളി ഒളിയോളി ആരെ വെച്ചു
ആരെ പച്ചുവിനെ ഇവിടെ മേക്കപ്പ് വാഷ് കൊണ്ടൊക്കെ കളിച്ചിരുന്നത്? ഏതില് സാധനമൊന്നുമില്ല, വെറും പൊട്ടിയുള്ളൂ. ഇജ്ജ് കയ്യില് കൊടുത്തതാ? അത് കുത്തുപോയി മേത്തി മഞ്ഞു എൻ്റെ അടക്കൊക്കെ നിമ്പരൊക്കെ പൊറ്റിട്ടൊക്കെ മേടി കുറ്റിക്കാണ്ട് പിന്നെ പാട്ട് പാടിച്ചു. ആ മോട്ട് കുറ്റിക്കാണ്ട് പിന്നെ പാട്ട് പാടിച്ചു. ഇത് വേണ്ട കേട്ടോ. വേറെ ചെറുതെന്തേലും കൊടുത്താ? മേത്ത് കുത്താത്ത സാധനം കൊടുത്താൽ മതി കേട്ടോ. ഇത് വല്ല മേത്ത് എൻ്റെ ഇസ്റ്റിക്കാണല്ലോ, ഇസ്റ്റിക്ക് തൊള്ളി. ആ തൊള്ളിയിലല്ലട ചുണ്ടുമ്പനായിട്ട് ലിസ്റ്റിക്ക്, തൊള്ളിയിലല്ല തുണ്ടുമ്പനാണ്. അയ്യുന്തല്ലേ മുട്ടത്തി പോകാനാണ്. അപ്പോൾ നമ്മുടെ അലക്കണീൻ്റെ ഒക്കെ ഇടയിലായിട്ട് നമ്മുടെ ജനുമോന് എണീച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും ഒന്ന് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടേനി. അപ്പം ഇനി ഓന് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങളെ കുച്ചിപ്പരയിലിരുന്ന ഞങ്ങൾ എല്ലാവരും ആസനസ്ഥനായിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഒരു കസേര കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തണുപ്പാണ്. ഇപ്പം ചൂടൊന്നും തുടങ്ങിയിട്ടില്ല രാവിലെ, എന്നാലും ഓലൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പിന്നെ ഓന് വേഗം ഫുഡൊക്കെ കഴിച്ചോളും. ചിലപ്പോൾ തിന്നുമ്പോൾ തുപ്പും. കളിച്ചോ, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ? ആണോ? നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. സാരി എടുത്തുക എൻ്റെ തട്ടം കൊണ്ടിങ്ങാണ്ട് നല്ല രസമുണ്ട്. അവിടെ നിൽക്കുക, ഞാൻ ഇങ്ങോട്ടൊന്ന് നിന്നാ ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്ന് അജുന് പരീക്ഷയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ പിന്നാലെയും കുറച്ച് നേരം കുത്തിരുന്നു. അപ്പോൾ മക്കളുടെ ഫുഡ് അടിയും പിന്നെ അതേപോലെ തന്നെ സെനിമോൻ്റെ ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചൊക്കെ പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വേഗം കഴുകി എടുത്തേക്കാണ് കേട്ടോ. അപ്പോഴേക്കും സെനിമോനെ വീണ്ടും ഒക്കത്ത് കയറിയാണ്. അപ്പം എന്താ വെച്ചാൽ ഓന് ഉറക്കം പിന്നെ ആ ഒരു ടൈം ആയിരിക്കണം. ഇനിയിപ്പോൾ കുളിപ്പിച്ചിട്ട് ഓനൊന്ന് ഉറക്കിയാൽ ഓൻ ചിലപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ ഓനെ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളമൊക്കെ മുക്കിക്കൊണ്ടാനുണ്ടേനി. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ വെള്ളം കൊണ്ടല്ലേ. ഇങ്ങനെ ഒരു ഡ്രം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ കൊണ്ടുവന്ന് നിറച്ച് വെക്കും. പിന്നെ ഈ 2 ബക്കറ്റിലും കൊണ്ടുവന്ന് നിറച്ച് വെച്ചാൽ പിന്നെ 3 ദിവസത്തിന് നമുക്ക് വെള്ളം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അജുവിന് പരീക്ഷയ്ക്ക് പോകാനുള്ള സമയമൊക്കെ ആയിന്. അപ്പോൾ ഓന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഓനിക്കുള്ള ചോറും വിളമ്പി കൊടുക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാണ് പോവുക. ഞാനമ്മ കുളിക്കാം. കുളിച്ചാൽ നടക്കുക, കുളിച്ചാൽ ഈടാക്കും പെണ്ണിനെ വേണ്ടല്ലോ. നല്ല വെള്ളം കളഞ്ഞിക്കുക. അതില് പോണെന്താ? അതില് പോണെന്താ? ബസ് വരാനൊന്നും ആയിട്ടില്ല. 12 മണിയായിട്ടുള്ളൂ. 3:15 വരെ അവിടെ നിൽക്കണ്ടേ അജു? 3/4 മണിക്കൂർ അവിടെ പോയി നിൽക്കണ്ടേ? സലാം. വലൈക്കും സലാം. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് വൃത്തിയായി കിടക്കുന്ന കണ്ടിട്ട് ഒരു സമാധാനക്കുറവുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോന്ന് വലിച്ചിടൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിലും അസ്സലാമു അലൈക്കും. ബൈ ബൈ. ബൈ.